ഇവിടെ ഒരു കുട്ടിയെ കാണിക്കുന്നു. അവൻ എപ്പോഴും ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന ഒരു സ്യൂട്ടും ധരിച്ചാണ് നടക്കുന്നത്. വൃത്തിയുള്ള എയർ ടൈറ്റ് ആയ സ്ഥലത്ത് മാത്രമേ സ്യൂട്ട് ഇല്ലാതെ നടക്കാൻ കഴിയൂ. കാരണം ഇവന് അന്തരീക്ഷവുമായി ടച്ച് ഉണ്ടാവുമ്പോൾ അലർജി ഉണ്ടാവുന്നു. അങ്ങനെ അവന്റെ പാരന്റ്സ് അവനെ ട്രീറ്റ് ചെയ്യുന്നതിനായി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവന് മിസ്റ്റീരിയസ് ആയ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അവൻ അവിടെ കുട്ടികളുടെ ആത്മാക്കളെ കാണുന്നു. ഡോക്ടറിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അവന് തോന്നുന്നതാണെന്ന് പറയുന്നു. പക്ഷെ അവൻ ആ ഡോക്ടറിനെ സംശയം തോന്നുന്നു. അവന്റെ ഒരു റൂമിനകത്ത് കയറി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അവൻ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉള്ള ഫയൽസ് കിട്ടുന്നു. അത് ആ ഡോക്ടർ ട്രീറ്റ് ചെയ്ത കുട്ടികളാണെന്ന് അവന് മനസ്സിലാവുന്നു. ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള അവരുടെ ഫോട്ടോസ് അതിനകത്തുണ്ട്. ട്രീറ്റ്മെന്റിന്റെ 3-ാം ഘട്ടത്തിൽ അവർ മരണപ്പെട്ടിരിക്കുന്നു. ആ ഡോക്ടർ ട്രീറ്റ് ചെയ്താൽ താനും മരിക്കുമെന്ന് പേടിച്ചവൻ പാരന്റ്സിനോട് ഇക്കാര്യം പറയുന്നു. പക്ഷെ അവർ അവനെ വിശ്വസിക്കുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവനെ അവരൊരു സെല്ലിൽ അടയ്ക്കുന്നു. അവൻ അലർജി പോലെ വന്ന ബോധം നഷ്ടമാവുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ബോധം വരുന്നു. അവൻ ബഹളം വെക്കുമ്പോൾ അമ്മ സെല്ല് ഓപ്പൺ ചെയ്യാൻ വരുന്നു. പക്ഷെ അവൻ ബോധം പോയതുപോലെ അഭിനയിച്ച് അകത്ത് കയറി അമ്മയെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവർ അവനെ പിടിച്ച് ബെഡിൽ ലോക്ക് ചെയ്ത് ട്രീറ്റ്മെന്റിന്റെ 3-ാം ഘട്ടത്തിനായി റെഡിയാക്കുന്നു.